ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഇറച്ചിപ്പുട്ടല്ല, കപ്പ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇറച്ചിപ്പുട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കപ്പ വെച്ചിട്ടുള്ള പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ 2 പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. വലിയ ഹോളിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 കപ്പ് അളവാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ കപ്പ ഉള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ആദ്യം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പയിൽ നിന്ന് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഇറങ്ങി വരും. ഒരു 10 മിനിറ്റ് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. കപ്പയുടെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കപ്പയിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആദ്യം മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതുപോലെ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ കട്ടൊക്കെ ഒന്നുകൂടി ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങിയെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കാറ്. അപ്പോൾ ആ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കപ്പ കൂടുതൽ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 തവണ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കട്ടൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുട്ടുപൊടി ചേർക്കരുത്. നമുക്ക് കപ്പയുടെ ടേസ്റ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മൾ ആദ്യം കപ്പ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. ആ കപ്പയുടെ നനവിൽ ആ പുട്ടുപൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നോളും. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 1.5 സവാളയൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവിനായിട്ട് ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സവാളയിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാല ബീഫ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ബീഫ് മസാല കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണ്ട. കൈ കൊണ്ട് തന്നെ ചെറിയ പീസായിട്ടൊക്കെ എടുക്കുന്ന രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫ് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. കറി വെച്ചിട്ടുള്ള ബീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബീഫ് വേവിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവിയാണ്. ഒരു 1/4 കപ്പൊക്കെ ചേർത്താൽ മതി. നമ്മളിത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളൊരു മസാലയല്ല, ചെറിയൊരു നനവോട് കൂടിയിട്ടൊരു മസാലയാണ് വേണ്ടത്. നമുക്ക് കറി വെച്ച ബീഫ് കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കറി ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണിത്. ഇത് നമുക്ക് കപ്പപ്പുട്ടിന് മാത്രമല്ല സാധാരണ പുട്ടുപൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കാം. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പറ്റണം നമ്മൾ ഉരുട്ടി നോക്കുന്ന സമയത്ത്. അതാണ് പുട്ടുപൊടിയുടെ പാകം. അപ്പോൾ അതിനനുസരിച്ചുള്ള പുട്ടുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ആദ്യം ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള അച്ചിലേക്ക് ആദ്യം കുറച്ചധികം ബീഫിൻ്റെ മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ചെരുവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കപ്പക്കൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം നിറയെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിലും പുട്ടുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ബീഫിൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ബീഫിൻ്റെ മസാല 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിരുവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ചിരുവിയ തേങ്ങ ബീഫിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിന് മുകളിലേക്കാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം 1-2 ടേബിൾ സ്പൂൺ ബീഫ് മസാല ഇടുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ബീഫ് മസാലയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നമുക്കിത് പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അവസാനം വീണ്ടും ബീഫ് മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ പുട്ടിന് ആവി കയറ്റിയെടുക്കുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് കൂടി കൂടുതൽ വെച്ചിട്ട് വേണം ആവി കയറ്റിയെടുക്കാൻ. ഇത് കപ്പ അതുകൊണ്ട് തന്നെ സാധാരണ പുട്ട് വേവുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആദ്യം വെച്ചിട്ടുള്ള പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ളൊരു പുട്ടാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ കപ്പപ്പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.